ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറും മൂന്ന് പ്രൊഡക്റ്റ് കൊണ്ട് എങ്ങനെ നമ്മൾ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഔട്ട്ലുക്കായിട്ട് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് വെറും മൂന്ന് പ്രൊഡക്റ്റ് മാത്രമാണ് കേട്ടോ. നമ്മൾ കുറേ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് വെറും 3 പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് എത്ര നന്നായിട്ട് ഒരു ക്യൂട്ടായിട്ട് ഭംഗിയായിട്ട് എന്താ പറയണ്ടേ, സിമ്പിളായിട്ട്, അതായത് ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ വെറും 3 പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മൾ മേക്കപ്പ് ഫേസിൽ ചെയ്യണം എന്നും ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ സെറം, അത് 3 കാര്യങ്ങൾ ചെയ്യും ഞാൻ പറഞ്ഞു. പ്രൈമറായിട്ടും ഫൗണ്ടേഷനായിട്ടും സെറായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അടങ്ങിയ സാധനമാണ് ഫൗണ്ടേഷൻ്റെ. ഓക്കെ, അപ്പോൾ 3-in-1 സെറം ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു പ്രൊഡക്റ്റ്. രണ്ടാമത്തെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാജൽ നിങ്ങൾക്ക് ഏത് കാജൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മിഡ് നൈറ്റിൻ്റെ കാജലാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാജൽ. പിന്നെ ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ലിപ്സ്റ്റിക്ക്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡും എടുക്കാം. എടുക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്രയോൺ ലിപ്സ്റ്റിക് ആണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ലിക്വിഡ് ലിപ്സ്റ്റിക്കിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റില്ല. ക്രയോൺ ലിപ്സ്റ്റിക് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഫേസിന് വേണ്ടി വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ വെറും 3 പ്രൊഡക്റ്റ് കൊണ്ട് എങ്ങനെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മോർണിംഗിൽ നമ്മൾ സ്കിൻ കെയർ ചെയ്യാറുണ്ടല്ലോ. അപ്പം അത് നമ്മളൊന്ന് ചെയ്യണം. കുറേ പേര് ടോണർ, സെറം, മോയ്സ്ചറൈസിങ് ലോഷൻ, സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ പേര് യൂസ് ചെയ്യാറുമില്ല. പക്ഷെ ശരിക്കും നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ സ്കിൻ കെയർ റൂട്ടീനും നമ്മൾ ഡെയിലി ചെയ്യുന്ന എല്ലാ സ്കിൻ കെയർ റൂട്ടീനും ചെയ്യണം. ചെയ്ത ശേഷം മാത്രമേ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഫേസിൽ നമ്മൾ ഏത് മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ അത്യാവശ്യം ഒരു മോയ്സ്ചറൈസിങ് ലോഷനും സൺസ്ക്രീനെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഏകദേശം അതൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാനെപ്പോഴും ചെയ്യുന്ന ഫേസിൻ്റെ സ്കിൻ കെയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത് നമ്മൾ എപ്പോഴും ഫേസ് ക്ലെൻസ് ചെയ്തു. അപ്പോൾ ഞാൻ ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. അതിനുശേഷം ഞാൻ ടോണർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ടോണർ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് സ്കിൻ കെയർ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പകരം പിന്നെ സെറം യൂസ് ചെയ്തു. ടോണർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടോണർ യൂസ് ചെയ്യാം. അതിനുശേഷം സെറം യൂസ് ചെയ്യണം. ഏത് സെറാണ് നിങ്ങൾ യൂസ് ചെയ്യുക, നിങ്ങളുടെ സ്കിന്നിന് ഏത് സെറാണ് മാച്ച്, നിങ്ങൾ ഏതാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്, ആ സെറം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ സെറം യൂസ് ചെയ്യാം. പിന്നെ മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യാം. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് 3 പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യും. ഞാൻ പ്രൈമർ യൂസ് ചെയ്യാറില്ല. അതിന് പകരം ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നോക്കാം. ഓക്കെ, ഞാൻ എടുത്തിട്ടുള്ളത് NYBയുടെ ഫൗണ്ടേഷൻ 3-in-1 ഫൗണ്ടേഷൻ സെറാണ്. ഐ സെറ എടുക്കുമ്പോൾ നിങ്ങൾ കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. ഞാൻ എടുത്തത് എൻ്റെ ഷെയ്ഡാണ്, വാനിലയുടെ ഷെയ്ഡാണിത്. ഈ വാനിലയുടെ ഷെയ്ഡ് തന്നെ എല്ലാവരും വാങ്ങരുത്. നിങ്ങളുടെ സ്കിൻ അതിലൊരുപാട് ടൈപ്പ് ഷെയ്ഡ്സ് ഉണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സ്കിന്നാണ്, നിങ്ങളുടെ സ്കിൻ ടോൺ യൂസ് ചെയ്ത് നിങ്ങൾ മീഡിയം ആണോ ഏതാണെന്നുള്ളത് നോക്കിയിട്ട്, നിങ്ങളുടെ സ്കിൻ ടോൺ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സെറം ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടിയടിച്ച പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ ഇതിന് മാച്ച് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ഭംഗി കിട്ടില്ല ഫേസിന്. അപ്പോൾ നമ്മളുടെ ഒരു നമ്മൾ ഷെയ്ഡിൻ്റെ ഒരു തരം ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ സെറം യൂസ് ചെയ്യാണ്. ഞാൻ മിറർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് നമ്മൾ ഫോൺ നോക്കി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ്നെസ് കിട്ടില്ല. ഓക്കെ, എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എടുക്കാം. കൈകൊണ്ട് ചെയ്യുന്നവർ കൈകൊണ്ട് ചെയ്യാം. ഞാൻ അധികം കൈകൊണ്ടാണ് ചെയ്യാറ്. സ്പോഞ്ച് ഉണ്ട്. ഞാൻ പിന്നെ സ്പോഞ്ച് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. സ്പോഞ്ച് എടുക്കുന്നവർ സ്പോഞ്ച് ചെയ്യാം. എനിക്ക് ഇതിനേക്കാൾ കൈയാണ് തോന്നുന്നത് നല്ലത്. എല്ലായിടത്തും ഒരുപോലെ കൊടുക്കാം. ഓക്കെ,
ഓക്കെ, ഞാൻ ഇന്നലെ യൂസ് ചെയ്ത കാജലാട്ടോ. അത് ഇതുവരെ ഞാൻ അതുകൂടെ പറയാൻ പറ്റുമോ? ഞാൻ നമ്മൾ കാജൽ 24 hours, ഇത് മിഡ് നൈറ്റിൻ്റെ കാജലായിരുന്നു ഇന്നലെ ഞാൻ യൂസ് ചെയ്തത്. അത് നമ്മൾ കുളിച്ച ശേഷം ഇതിൻ്റെ കണ്ണിൽ നിന്ന് പോയിട്ടില്ല. കണ്ടോ, അത്രയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത്. അത് പറയാൻ നേരത്തെ വിട്ടുപോയി. ഈ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്തത് കാജൽ പ്രയോഗമാണ്. ഓക്കെ, ഞാനിനി അടുത്തത് യൂസ് ചെയ്യുന്നത് കാജലാണ്. കാജൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾ ഏതാണ് കാജൽ എടുക്കുന്നത്? മാക്സിമം സ്റ്റിക്ക് ആണെങ്കിൽ ഈ ഒരു ഇതിനുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. മറ്റേ എന്താ പറയുക, ഹിമാലയൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കാജലുകൊണ്ട് ഇതങ്ങനെ വർക്ക് ചെയ്യില്ല. ഈ ഒരു സംഭവങ്ങൾ നമ്മൾ ഈ 3 പ്രൊഡക്ട്സ് കൊണ്ട് ചെയ്യുന്ന സംഭവം വർക്ക് ചെയ്യില്ല. അപ്പം മാക്സിമം പെൻസിൽ ടൈപ്പ് കാജലാണെങ്കിൽ ഇത് ഉപകാരപ്പെടും കേട്ടോ, കൂടുതൽ ഉപകാരപ്പെടും. കണ്ണിനും പറയാം. ഡാർക്കായിട്ട് എഴുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഡാർക്കായിട്ട് എഴുതി കൊടുക്കാം. ലൈറ്റായിട്ട് ചെയ്യുന്നവർക്ക് ലൈറ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതുകൊണ്ട് ഞാൻ ഐലൈനറും ചെയ്യുവാണ്. നമ്മൾ ഐലൈനർ കൺമഷി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം. എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ അത് നീറ്റ് കിട്ടില്ല. കണ്ടോ, കാജലുണ്ട്. ഞാൻ വാല് വരക്കേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് കുഞ്ഞു വാലിട്ടാൽ മതി. എനിക്കിങ്ങനെ പുറത്തേക്കൊന്നും പോകുമ്പോൾ അങ്ങനെ വാലിട്ട് കണ്ടുവരുന്നത് ഇഷ്ടമല്ല, ഞാനങ്ങനെ ചെയ്യാറുമില്ല. നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ വാലിട്ട് കൊടുക്കാം. ശരിക്കും ഒരു കാജൽ കൊണ്ട് തന്നെ നമുക്ക് എന്താ പെൻസിൽ ടൈപ്പ് കാജലാണെങ്കിൽ, നല്ല വാട്ടർ പ്രൂഫ് സ്മഡ്ജ് പ്രൂഫൊക്കെ ഉള്ള നല്ല കാജലാണെങ്കിൽ നമുക്ക് ഐലൈനർ പകരം ശരിക്കും ഐലൈനറിനേക്കാൾ നീറ്റിൽ നമുക്ക് കണ്ണിന് മുകളിൽ കാജൽ അപ്ലൈ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ പ്രൊഡക്റ്റ് കൊണ്ട് 2 എണ്ണം ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനോട് തന്നെ നമുക്ക് ഐബ്രോസ് ശരിക്കും ഇതിനെ കൊണ്ടാവില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ അറ്റത്ത് പിടിക്കാം. ഓക്കെ, അറ്റത്ത് പിടിച്ചു കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് എവിടെയാണോ ഒന്ന് ഷെയ്ഡ് എവിടെയെങ്കിലും ഒന്ന് കറക്റ്റ് ആവാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അധികം പ്രസ് ചെയ്ത് കൊടുക്കരുത്. പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഭംഗി കിട്ടില്ല. ഓക്കെ, എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഷെയ്ഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഐബ്രോസ് കൂടെ ലൈറ്റായിട്ട് എന്താ പറയുക കൊടുക്കാം. നമ്മൾ എപ്പോഴും ഐബ്രോ ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കരുത്. കാരണം അത് ഭയങ്കരം എന്താ പറയുക വൃത്തികേടായി പോകും ഫേസിന്. എപ്പോഴും ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ നോക്കുക. ഐബ്രോസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൈ കൊണ്ട് നോക്കിയിട്ട് ലെവൽ ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ
ഒരു എന്താ പറയുക കാട്ടിക്കൂട്ടൽ പറയാറില്ലേ, എന്താ പറയുക ഇതിന്, ഒരു 3 പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് മൊത്തം മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് കവർ ചെയ്യുന്ന തരത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നല്ല ശരിക്കും മേക്കപ്പ്. ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയല്ല, മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് 3 പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഖൂബ്സൂരത്ത് ഉച്ചപ്പടി. ആദ്യം നമ്മൾ ലിപ്സ്റ്റിക്ക്, ഇതിൽ ലിപ് ലൈനറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പുറത്ത് പോകുമ്പോഴുള്ള ലുക്ക് എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഈ ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ഞാൻ ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചെടുക്കാം, ഇങ്ങനെ ചിരിച്ച് പിന്നെ നമ്മുടെ നിങ്ങൾ ഒരു റോസ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്ക് നല്ല ഭംഗി കിട്ടും കേട്ടോ. ഇത് എൻ്റെ ഒരു തരം ബ്രൗൺ ടൈപ്പ് ഷെയ്ഡാണ്, ബ്രൗണും അല്ല, ബ്രൗൺ. ഓക്കെ, ഇനി ഇതിനോട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോ കൂടി ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റാണ് കേട്ടോ കൊടുത്തത്. ഇനി വേണമെങ്കിൽ നമുക്ക്, ഞാൻ ചെയ്യും, നിങ്ങൾ എങ്ങനെ ചെയ്യുന്ന അറിയില്ല, ഇതിനോട് ഒരു കുഞ്ഞു പൊട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ 3 പ്രൊഡക്റ്റാണ്, വെറും 3 പ്രൊഡക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 3 പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ ഏകദേശം ഫേസിൻ്റെ മേക്കപ്പ് കവർ ചെയ്തു. നമ്മൾ നോർമലി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ശരിക്കും ഇത് മതി. ആരാ പറയുക, പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ആർക്കും അറിയില്ല നമ്മളിങ്ങനെയാണ് ചെയ്തിട്ട് പോകുന്നത്, നമുക്ക് മാത്രമേ അതറിയൂ. അതുകൊണ്ട് നമുക്കാരും ബോധിപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ പ്രൊഡക്ട്സ്, ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താണ് നമുക്ക് ഒന്ന് ഇയർ റിങ് കൂടിയിട്ട് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഒന്ന് ഇയർ റിങ്സും ഒക്കെ ഇട്ട ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വെറും 3 പ്രൊഡക്റ്റാണ്, ഓർമ്മിക്കണം, 3 പ്രൊഡക്റ്റ്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ഫൗണ്ടേഷൻ ചെയ്തു, അതിന് പ്രൈമറും സെറവും ഫൗണ്ടേഷൻ മിക്സ്ഡ് ആയതുകൊണ്ട് അത് 3 നടന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കൺമഷി എടുത്ത് നമ്മുടെ കാജലെടുത്ത്, അതായത് സ്റ്റിക്ക് കാജലെടുത്ത് കൺമഷി ചെയ്തു, ഐലൈനർ ചെയ്തു, നമ്മളൊന്ന് ഐബ്രോസ് കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് അതിനോട് വേണമെങ്കിൽ ഒരു പൊട്ട് വേണമെങ്കിൽ കൊടുക്കാം, പൊട്ട് കൂടെ കൊടുത്തു. അത് 4 കാര്യങ്ങൾ ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക്ക് കൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ചെയ്തു. പിന്നെ അത് നമുക്ക് ബ്ലഷായിട്ടിട്ടു.
ഐ ഷാഡോ ചെയ്തു, അങ്ങനെ 3 കാര്യങ്ങൾ അത് ചെയ്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കുറേ പ്രൊഡക്ട്സ് കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഈ ഒരു 3 പ്രൊഡക്ട്സ് കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ നിന്ന്. എങ്ങനെ ഉണ്ടാവും നോക്കാം, എങ്ങനെയുണ്ട് മേക്കപ്പ് ലുക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻസുകൾ പറയട്ടെ. പിന്നെ അതുപോലെ തന്നെ ചാനലിൽ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.